ഇന്നത്തെ അറിയിപ്പുകൾ. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ബ്രോഡ് ക്രൂ വിഭാഗത്തിലെ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. സ്രാങ്ക്, എഞ്ചിൻ ഡ്രൈവർ എന്നീ തസ്തികകളിലായി ആകെ 8 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്രാങ്ക് തസ്തികയിൽ 6 ഒഴിവുകളാണുള്ളത്. ഇൻലാൻഡ് വെസൽസ് ആക്ട് 2021 പ്രകാരം അംഗീകൃത അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മോട്ടോർ ബോട്ടിൽ കുറഞ്ഞത് 1 വർഷത്തെ സ്രാങ്കായുള്ള പ്രവൃത്തി പരിചയം ആവശ്യമാണ്. എഞ്ചിൻ ഡ്രൈവർ തസ്തികയിൽ 2 ഒഴിവുകളാണുള്ളത്. ഇൻലാൻഡ് വെസൽസ് ആക്ട് 2021 പ്രകാരമുള്ള എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മോട്ടോർ ബോട്ടിൽ കുറഞ്ഞത് 1 വർഷത്തെ എഞ്ചിൻ ഡ്രൈവർ പ്രവൃത്തി പരിചയം വേണം. 2 തസ്തികകൾക്കും 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 22 വരെ സമർപ്പിക്കാം. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള യുവജന പരിശീലന കേന്ദ്രത്തിലേക്ക് പ്രിൻസിപ്പൽ തസ്തികയിൽ നിയമനം നടത്തുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കായംകുളം, ആലുവ, തൊടുപുഴ, കൊടുങ്ങല്ലൂർ, വളാഞ്ചേരി, വേങ്ങര, തലശ്ശേരി, പേരാമ്പ്ര എന്നിവിടങ്ങളിലെ യുവജന പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് പ്രിൻസിപ്പൽ നിയമനം. 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. സർവകലാശാലകളിലോ സർക്കാർ എയ്ഡഡ് കോളേജുകളിലോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അധ്യാപക തസ്തികയിൽ നിന്ന് വിരമിച്ചവർക്കും UGC, AICTE മാനദണ്ഡപ്രകാരമുള്ള യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ആദ്യ 5 കേന്ദ്രങ്ങളിലേക്കുള്ള അഭിമുഖം ജൂലൈ 16-നും ശേഷിക്കുന്ന കേന്ദ്രങ്ങളിലേക്കുള്ളത് ജൂലൈ 17-നും തിരുവനന്തപുരം വികാസ് ഭവനിൽ നടക്കും. വയനാട്ടിൽ മേപ്പാടി കള്ളാടിയിൽ തുരങ്കപാതയുടെ നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 മരണം. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. കരാർ കമ്പനിയുടെ വീഴ്ചയെന്ന് മുഖ്യമന്ത്രി. കനത്ത മഴയ്ക്കിടെ മേപ്പാടി കള്ളാടിയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്തിന് സമീപം മണ്ണിടിഞ്ഞ അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിൽ തകർന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ബാക്കിയുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് സംശയം. NDRF സംഘം പ്രദേശത്തുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ മേപ്പാടി SIയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ മുതൽ അതിതീവ്ര മഴയാണ് വയനാട്ടിൽ. തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്ന് മന്ത്രി T. സിദ്ദിഖ് വിമർശിച്ചു. കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മണ്ണ് മാറ്റാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ T. സിദ്ദിഖും AP അനിൽകുമാറും ജില്ലയിലുണ്ട്. വയനാട് MP പ്രിയങ്ക ഗാന്ധി ജില്ലാ കളക്ടറുമായി ഫോണിൽ സംസാരിച്ച് തുരങ്കപാതയിലെ അപകടത്തിന്റെ വിവരങ്ങൾ തേടി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് അതിതീവ്ര മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും. സംസ്ഥാനത്ത് 3 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിതീവ്ര മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്രമഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ബുധനാഴ്ച ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെയും കർണാടക തീരത്ത് ഈ മാസം 10 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ഇതിനായി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.